ഹായ് ഹലോ ഗായ്സ്. അപ്പം ഞാൻ ഇന്ന് ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഗൈസ്. നമ്മുടെ ഏകദേശം പൊന്മുടി, മൂന്നാർ ആ ഒരു റേഞ്ചാണ്. ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. ബാക്കിൽ കിടക്കുന്ന ഈ സാധനം കണ്ടില്ലേ, ഇതിലാണ് ഗൈസ് നമ്മൾ ഇന്ന് വന്നത്. സോ എങ്ങനെയാണെന്നല്ലേ ഗൈസ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബൈക്ക് വെച്ച്, സോ നിങ്ങൾ വീഡിയോസ് ഫുള്ളും കണ്ടു നോക്കുക ഗൈസ്. അപ്പം അടിപൊളി എക്സ്പീരിയൻസ്, വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നമ്മൾ ബസ്സിൽ കാട്ടിക്കൂടി എല്ലാ കാര്യങ്ങളും നോക്കണം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മളെ വന്ന ബസ്. അടിപൊളി നൈസ് എക്സ്പീരിയൻസ് ആണ്. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. സോ നമ്മൾ 4 പേരുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഫ്രണ്ട്സായിട്ടാണ് ഗൈസ് വന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോസും കാണുക. സോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ലിങ്കിട്ടൊക്കെ അടിച്ചു. ഹേ ഗായ്സ്, നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബൈക്കിലാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം നമുക്ക് നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കണ്ടില്ലേ, നമ്മളത് ഒരിത്തിരി പറയാൻ പറ്റുന്ന അത്രയുണ്ട് ഗൈസ്. പിന്നെ നമുക്കത് നമ്മുടെ ഡ്രൈവർ ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു എന്താണ് മഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ, കോഡ് ഇറങ്ങുമ്പോൾ ഭയങ്കര മഞ്ഞെന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഈ ഡ്രൈവർ ചെയ്തിട്ട് നമുക്കൊരു ഗൈഡ് പോലെയാണ് ഗൈസ് നമുക്ക് ഇതിലുള്ളത്. സോ അതിനൊക്കെ നമുക്ക് ഭയങ്കര ധൈര്യങ്ങളാണ്. അപ്പം എന്തായാലും വേറൊരു എക്സ്പീരിയൻസ്, ഇതിന് പറയാൻ പറ്റില്ല എന്താണ് എക്സ്പീരിയൻസ്, അത് മനസ്സിലായില്ലേ. ഫ്രണ്ടിൽ പോത്ത് നിൽക്കുകയാണ് ഗൈസ്. നമ്മളെ റോഡ് തടഞ്ഞ് നിൽക്കുകയാണ്. ഇതിര ബോണക്കാട് റോഡ് ഗൈസ്. മയിൽ ഗൈസ്, നമുക്ക് ഇവിടെ ഗ്രാമപ്രദേശങ്ങൾ കാണാൻ ഗൈസ്. കണ്ടോ,
ഗൈസ് നമ്മളങ്ങനെ KSRTC ആനവണ്ടി നമ്മൾ ഓഫ് റോഡ് പോവുകയാണ്. ഓ ഗൈസ് അവിടെ ഒരു ക്ഷേത്രം കാണാം നമുക്ക്. കണ്ടില്ലേ ഏത് ക്ഷേത്രമാണെന്ന് അറിയത്തില്ല ഗൈസ്. ആരാണ് പറഞ്ഞത് നമ്മളെ KSRTCയിൽ AC ഇല്ലാന്ന്? പക്ഷേ AC ഉണ്ട് ഗൈസ്. എന്ത് തണുപ്പാ ഗൈസ്. നമുക്ക് കണ്ടോ അവിടുത്തെ ടവർ കണ്ടോ? ആ ടവറാണ് ബസ് സ്റ്റേഷൻ എന്ന് തോന്നുന്നു. അതുവരെ പോകുന്നതാണ് പറഞ്ഞത് ഡ്രൈവറായിട്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ് ഒരു വലിയൊരു ടവർ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ എന്ത് ഇതാ ഗൈസ്. ഭയങ്കര ഒട്ടുക്കത്തെ ഓഫ് റോഡായി പോയത്. അത് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കണം. KSRTCയിലാണ് ഗൈസ് ഓഫ് റോഡ്. ഗൈസ് അങ്ങ് ഒരു അരുവി. ഹേ ഗൈസ്, ഇതാണ് നമ്മുടെ ബോണക്കാട്. ആ കോടൊക്കെ ഇറങ്ങി നിൽക്കുന്നതാണ് ഗൈസ് മലയിൽ. പിന്നെ നമ്മുടെ യാത്ര ഇപ്പോൾ കുറേ പേര് നമ്മൾ പരിചയപ്പെടും. സോ അതുപോലെയാണ് ഈ ഒരു ചേട്ടൻ. സോ നമുക്ക് പറയാം ഗൈസ്, നമുക്കൊരു ഗൈഡ് എങ്ങനെയാണ് നമുക്ക് എല്ലാം പറയുന്നത്. സോ അതുപോലെയാണ് ഈ ചേട്ടൻ പറയുന്നത്. സോ ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ്. ഞാനും എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ചേട്ടൻ്റെ ഫ്രണ്ട്സ്. ഹായ് ചേട്ടാ. ബാബു എന്നാണ് പേര്. അപ്പം എങ്ങനെയുണ്ട് കേട്ടോ സ്ഥലം? സൂപ്പർ, അടിപൊളി സ്ഥലമാണ്. ഒന്ന് നോക്കുക, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ എങ്ങനെയാണ്. ഡയറക്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു തണുപ്പും ആ കോഡും ഒക്കെ നിന്ന് നിങ്ങളിപ്പോൾ കാണുമായിരിക്കും. ഇവിടെ ഒരു അരുവിയുണ്ട് ഗൈസ്. കാണിച്ചാൽ അരുവി എന്താണ്. നമുക്കിങ്ങനെ വരുമ്പോഴേക്കും അവിടെ ഫ്രണ്ടിലൊരു അരുവി കാണാം. ഉണ്ടോ അവിടെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളും കുളിക്കുന്നുണ്ട്. കുളിക്കാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ നമുക്ക്. എന്തായാലും കൊള്ളാം ഗൈസ്. ഒരു പ്രത്യേകത വൈബാണ് ഗൈസ്. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ വേറൊരു വൈബാണ്. ഭയങ്കര തണുപ്പും. അപ്പോൾ ഇതൊക്കെ ഒരു അടിപൊളിയാണ് ഗൈസ്. ഒരു നമ്മളെ ഏതെന്ന് പറയാനാ ഒരു ട്രാവലിംഗ് ടൂറിസ്റ്റ്, അതും നമ്മളെ KSRTC ബസ്സിൽ. ഇതിവിടെ നമുക്ക് ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് ബൈക്കിലോ കാറിലോ എല്ലാം വരാണെങ്കിൽ ഏകദേശം 8:30 മണി മുതൽ 1 മണി വരെ എന്താണ് കാറിലും ബൈക്കിലും പറ്റാറുള്ളത്. സോ എല്ലാ സമയം ഇങ്ങനത്തെ ബസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. വേറൊരു എക്സ്പീരിയൻസ്. ബസ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ 1 മണിക്ക് മുമ്പ് വന്നാലും ശരി തന്നെ, 8 മണിക്ക് മുമ്പ് വന്നാലും ശരി തന്നെ. സോ ഇത് നിങ്ങൾ വേറൊരു ലെവലിൽ വൈബാണ് ഗൈസ് ബസ്. സോ വിതുര അടിപൊളി ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറൊരു വൈബാണ്. കണ്ടക്ടറായാലും ഡ്രൈവറായാലും എല്ലാവരും ഒരു അടിപൊളിയാണ് ഗൈസ് നമ്മളെ ബസ്. ഈ ചേട്ടനാണ് നമ്മളെ ഡ്രൈവർ. ഈ ചേട്ടൻ നമ്മളെ കണ്ടക്ടർ. ചേട്ടൻ പേരെന്ന് പറയോ? എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. ചേട്ടൻ ഷാജി. എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ ഫീൽഡിൽ ഈ റൂട്ട്? നമ്മളിപ്പോൾ 1 വർഷം. 1 വർഷം അല്ലേ? 16 വർഷം. 16 വർഷം ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് ചേട്ടാ എക്സ്പീരിയൻസ് ഒക്കെ? ഇത് നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മളിത് മൂന്നാറാണോ അടിപൊളി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഇതുവഴി വരുന്നതാണ് അടിപൊളി? കാണാൻ ഭംഗിയുള്ള സ്ഥലം, നമ്മുടെയും കാട്ടിയും കാണാൻ ഭംഗിയുള്ള സ്ഥലം ബോണക്കാടാണല്ലേ? വേറെ ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക്? ശരി, മൂന്നാർ ഇത് വെച്ച് നോക്കുമ്പോഴേക്കും ക്ലൈമറ്റ് പക്ഷേ ചില സമയങ്ങളിൽ മൂന്നാറിന്റെ അതേ സെയിം ക്ലൈമറ്റ്. കുറച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ. ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല. വേറെ കാര്യമുണ്ട്, മൂന്നാറിനേക്കാൾ വന്യമൃഗങ്ങൾ രാത്രി ഇവിടെ ഇറങ്ങും. ഇവിടെ ഇറങ്ങുമല്ലേ? കൂടുതൽ ഏതാണ് ഇറങ്ങുന്നത്? എല്ലാം. മഴ സമയത്ത് ഭയങ്കര ഇതായിരിക്കും അല്ലേ? ഡാർക്ക്. സമ്മറോ? അല്ല, എന്നാലും ആന ആൾറെഡി ഉണ്ട് ഇവിടെ. ഉണ്ടല്ലേ? നൈറ്റ് ഇപ്പൊ ഇതാണല്ലേ ലാസ്റ്റ് ബസ് നമുക്ക് ഇവിടെ സ്റ്റേ വണ്ടി? എത്ര മണിക്കായിരിക്കും അത്? 7:30. ശരി ഏട്ടാ, താങ്ക്സ്. നമ്മളെ യാത്ര അങ്ങ് അവിടെ നിന്ന് എടുത്തു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. നമുക്കിനി നേരെ ബൈക്ക് സ്റ്റേഷനിലോട്ട് പോയിട്ട് ബൈക്ക് എടുക്കണം. ഇതൊക്കെ ഒരു ഓഫ് റോഡാണ് ഗൈസ്. എന്ത് രസമാണ് ഗൈസ്. സ്ഥലം കണ്ടോ നിങ്ങൾ? ഇതൊരു ഓൾഡ് ടീ ഫാക്ടറിയാണ്. കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇടിഞ്ഞ് കണ്ടത് അവിടെയും കാണാം. ഇതൊരു പണ്ടത്തെ ഒരു ഓൾഡ് ടീ ഫാക്ടറി. ശരി, താങ്ക്സ് ചേട്ടാ. ഗൈസ്, അപ്പോൾ നമ്മളെ
നമ്മൾ വന്ന വണ്ടിയാണ്. സോ ഇത് നമുക്ക് നേരെ നമ്മളെ ബൈക്ക് എടുക്കാം. ഓക്കേ, ബൈക്ക് എടുക്കണോ കഴിക്കണോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. എന്തെല്ലാം ഗൈസ് നമ്മളങ്ങനെ വിതുരയിൽ ഒരു ചായ കുടിക്കാണ്ട് നിർത്തി. സമയം ഏകദേശം 6 മണി 6:30. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. സോ സമയം ഇപ്പോൾ ഏകദേശം 8 മണി 8:30 അടുപ്പിച്ചാവാതെ. അപ്പം എന്തായാലും ഇതൊരു വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യണം. സോ ഇതിലേക്ക് കുറേ സമയം എടുക്കാൻ പറ്റില്ല, കാരണം ഒരു 5 മിനിറ്റ് കഴിച്ച് അവിടെ നിർത്തി വന്നിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ നമുക്ക് അപ്പം തന്നെ എടുത്ത് വരാനും പറ്റിയില്ല. സോ കുറേ കാഴ്ചകൾ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ കാണിക്കാനായിട്ട്. സോ അത് നമുക്ക് പറ്റിയ ഗൈസ്. ഈവൻ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ വരികയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് അല്ലെങ്കിൽ വരികയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരികയാണെങ്കിൽ മോർണിംഗ് തന്നെ വേണം. മോർണിംഗ് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള ബസ്സാണെന്ന് തോന്നുന്നുണ്ട് നമ്മളെ ബസ്, അറിയില്ല. എനിവേ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലിലേക്ക് ചാടി അടിച്ചു ചോദിക്കുക. എന്തായാലും സ്റ്റുഡൻസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുക. സോ ഗൈസ്, അടുത്തൊരു കിട്ടുന്ന വീഡിയോസ് കാണാൻ. ബൈ.